എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഒരുപാട് നാളായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്നാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ കൂടി ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്തായാലും ഒരു 5 മണിക്ക് മുമ്പ് തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 മണിയായി കുളി കഴിഞ്ഞ് വന്നപ്പോൾ അതിനുശേഷം നമ്മൾ വിറ്റുമൊക്കെ അടിച്ചു, കോലമൊക്കെ ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഫസ്റ്റ് ചെയ്യുക. കുളി കഴിഞ്ഞ് വിളക്ക് വെച്ചതിന് ശേഷമാണ് അടുക്കളയിൽ കയറാനുള്ളൂ. എപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, അല്ലാതെ നേരിട്ട് അടുക്കളയിലോട്ട് പോകണ ശീലമില്ല കേട്ടോ. എന്നെങ്കിലും അങ്ങനെ പോയേ ഇല്ല എന്നൊന്നല്ല, കുളിക്കാണ്ട് അല്ലാതെ വെയ്യാത്ത ദിവസമോ അല്ലെങ്കിൽ എന്തെങ്കിലും വെഴുകി എഴുന്നേൽക്കുന്ന ദിവസമൊക്കെ കുളിക്കാതെ അടുക്കളയിൽ കയറാറുണ്ട്. പക്ഷേ അല്ലാത്ത ദിവസങ്ങളിൽ വയ്ക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ കുളി കഴിഞ്ഞ് കോലമൊക്കെ ഇട്ടിട്ട് വിളക്ക് വെച്ചതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലോട്ട് പോകാറുള്ളൂ. എന്നാലും ഒരു 7:45 ആകുമ്പോഴത്തേനൊക്കെ മോൾക്ക് ഫസ്റ്റ് പോകണം. അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് ലഞ്ചും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആവണം കേട്ടോ. അപ്പോൾ രാവിലെ പെട്ടെന്നായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്യാനും കൂടി ഇന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ളവരായാലും നമുക്ക് രാവിലെ പെട്ടെന്ന് ജോലി തീർത്ത് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് നമ്മളുടേതായ എന്തെങ്കിലും ജോലിയൊക്കെ വീട്ടിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ രാവിലെ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്തിട്ട് നമ്മളുടേതായ കാര്യങ്ങൾക്കും കൂടി കുറച്ച് സമയം കണ്ടെത്താനും എല്ലാത്തിനും കൂടി നമുക്ക് പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് കേട്ടോ. കുറച്ച് നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ തന്നെ നമ്മുടെ എല്ലാ ജോലികളും പെട്ടെന്ന് കഴിയും. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് കൃത്യനിഷ്ഠയോടെ നമുക്ക് ചെയ്യാനും കൂടി സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ 5:30 മണിക്ക് മുമ്പായിട്ട് നമ്മൾ വിളക്ക് വെച്ചാലേ നമുക്ക് ബ്രഹ്മമുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് വിളക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ കറക്റ്റായിട്ട് ബ്രഹ്മമുഹൂർത്ത സമയം ആകുമ്പോഴത്തേനും വിളക്ക് വെക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉറക്കം ശരിയാകാത്ത ദിവസങ്ങളിലോ എനിക്ക് അങ്ങനെ പറ്റാറില്ല. അല്ലാത്ത പക്ഷം ഞാൻ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറ്റാതാവും അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാതാവും, അങ്ങനെ ആയിട്ടും മുടങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും 1 മാസം ഇല്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് വരുന്നതിൻ്റെ ആ ദിവസം വരെ ചെയ്യണമെന്ന് എന്തായാലും ഞാനൊരു മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 3 ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത മാസം നമുക്ക് പീരിയഡ്സ് വരുന്നതിന് മുമ്പ് വരെയും ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ തന്നെ ഇപ്പോൾ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ രാവിലത്തെ കോലയിടലും വിളക്ക് വെക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:15 ആയിട്ടോ. രാവിലത്തെ ഈ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു മണിക്കൂർ സമയം എന്തായാലും പോകും. ഇതിനിടയിൽ ഞാൻ ചായ കുടിക്കും കേട്ടോ. വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കും. അതിന് ശേഷമുള്ള കേട്ടോ കിച്ചണിലോട്ട് പോകാറുള്ളൂ. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിട്ടോ കുക്കിങ്ങൊക്കെ പെട്ടെന്നായിരിക്കും ഓരോന്നും ചെയ്യുക. അപ്പോൾ ആ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിന്ന് ചെറുപയർ കറിയും അതുപോലെ തന്നെ പപ്പടം കാച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് ചപ്പാത്തിയും ഉള്ളിക്കറിയും ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചെറുപയർ വേവിക്കാനിടാം. അതുപോലെ തന്നെ ചെറുപയറൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിക്കറിക്കും അതുപോലെ തന്നെ ചെറുപയർ കറിക്കുള്ള സവാള, തക്കാളി, ഉള്ളി ഒക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണ പണിയൊക്കെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചെറുപയറൊക്കെ ഒന്ന് വെന്ത് കിട്ടും. കുക്കറിൽ 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറുപയർ വേവിക്കാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് ചെറുപയർ നന്നായിട്ട് സ്മാഷായി കിട്ടും. എന്നാൽ നല്ല കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ കുക്കറിലാണ് വെക്കാറ്. അപ്പോഴത്തേനും നമുക്ക് സവാളയും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പിള്ളേരൊക്കെ 2-3 പേര് രാവിലെ സ്കൂളിലോട്ട് പോകുന്നതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമുക്കൊരു 7:30 മണിയാകുമ്പോഴത്തേനും ആവണം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ലഞ്ചിനുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യാറുള്ളൂ. ഫസ്റ്റ് ലഞ്ചുള്ള ചോറ് നമുക്ക് ആവണമല്ലോ, അതുകൊണ്ട് ആദ്യം ചോറും കറിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ രാവിലെ പിള്ളേർ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ചുട്ടാൽ മതി, അല്ലാതെ നേരത്തെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കില്ല കേട്ടോ അവർ. അപ്പോൾ ഞാൻ രാവിലെ ആദ്യം ചെയ്യുന്നത് ചോറും കറിയൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ അവർക്ക് ചോറ് നമുക്ക് ടിഫിൻ ലഞ്ച് ബോക്സിലാക്കാനും കുറച്ച് ചൂട് ആറി കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ടാമതേ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും, അതാണ് സ്പീഡ് ഇട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡെയിലി നമുക്ക് ചോറും കറിയും
ഉപ്പേരിയൊക്കെ രാവിലെ തന്നെ ആവണം. അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ആവണം. അത് പുറമെ ചെറിയ ആൾ ചോറ് കൊണ്ടുപോകാത്തതുകൊണ്ട് അവന് ചോറ് തീരെ കൊണ്ടുപോയില്ല. അതുകൊണ്ട് തന്നെ ചപ്പാത്തി അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും മാറി മാറിയിട്ടാണ് കൊടുത്തു വിടാറ് കേട്ടോ. അപ്പോൾ എന്തായാലും ചപ്പാത്തി ഡെയിലി ഉണ്ടാക്കണം. അതിൻ്റെ കൂടെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആവണം കേട്ടോ. നമുക്ക് രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ കഴിയുന്നതുകൊണ്ട് പിള്ളേർ സ്കൂളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്ലീനിങ്ങിൻ്റെ പണി മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതും ചിലപ്പോൾ പിള്ളേർ പോകുന്ന സമയം കൊണ്ട് തന്നെ പാത്രം കഴുകാനുള്ളതൊക്കെ കുറച്ചൊക്കെ കഴുകി വെക്കും. അതിനുശേഷം പിന്നെ ഒന്ന് അടിച്ചു വാരുക, അങ്ങനെ വാഷിംഗ് മെഷീനിൽ തുണി ഉണങ്ങാനിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. ആവുന്നതും ഞാൻ സ്കൂളിൽ പിള്ളേർ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ ജോലികളും തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ലീവുള്ള ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് അങ്ങനെ പറ്റില്ല. എന്താ വെച്ചാൽ അവരൊക്കെ എഴുന്നേൽക്കാനും മെഴുകും, ഫുഡ് കഴിക്കാൻ മെഴുകും, അങ്ങനെയുള്ള കാര്യം കൊണ്ട് സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ അവർ പോകുമ്പോഴത്തേനും എൻ്റെ കുറച്ച് പണികളൊക്കെ എന്തായാലും തീർക്കാൻ ശ്രമിക്കും കേട്ടോ. ഒരു 5 മണിക്ക് മുമ്പ് എഴുന്നേറ്റാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ ഞാനും ഉറങ്ങി എഴുന്നേൽക്കാൻ നല്ല മടിയുള്ള ആളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിള്ളേർ എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഞാനും എഴുന്നേൽക്കുക. എന്നിട്ട് പെട്ടെന്നായിരിക്കും സ്കൂളിലോട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതിനുശേഷം സ്കൂളിലോട്ട് അവർ പോയതിന് ശേഷമായിരിക്കും നമ്മുടെ കുളിയും അതുപോലെ തന്നെ രാവിലത്തെ കഴിക്കലും ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കലും, അങ്ങനെ ഒരു ഉച്ച വരെ എനിക്ക് ജോലി തന്നെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ചെറിയ ആൾ കൂടി ഉള്ള സമയത്ത് 2 പിള്ളേരും സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാലും ചെറിയ ആളെ നോക്കുക, പിന്നെ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഒട്ടും സമയമേ ഉണ്ടായിരുന്നില്ല. രാവിലെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ 6:30 7 മണിയൊക്കെ ആയാലും പിന്നെ രാത്രി വരെയും എല്ലാം ജോലികളും ഇതേപോലെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എനിക്ക് ഒന്നിനും സമയമില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ ആയപ്പോൾ എനിക്ക് എൻ്റേതായ കാര്യങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടാതെയും അതുപോലെ തന്നെ പിള്ളേർ എന്തെങ്കിലും കാണിക്കുമ്പോൾ ദേഷ്യം വരിക, അതുപോലെ ജോലികൾ തീരാതെ ഇരിക്കുക, നമ്മുടെ വീട് വന്നുകൊണ്ടിങ്ങനെ പണി വന്നുകൊണ്ടേയിരിക്കുക, അങ്ങനെ ആയിരുന്നല്ലോ. വീട് എപ്പോഴും മെസ്സിയായി കിടക്കുക, അങ്ങനെയൊക്കെ ഉള്ള ആളായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ ആയാൽ ശരിയാവില്ല. എപ്പോഴും ഇങ്ങനെ ജോലി ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നമുക്കൊരു ടെൻഷനായിരിക്കും അല്ലേ. ഇപ്പോഴും എനിക്ക് ജോലി ഉണ്ടാവും, പക്ഷേ ഞാനൊരു റിലാക്സ് ആയിട്ടായിരിക്കും ചെയ്യുക. ഇന്ന സമയത്ത് ഇന്നതാണെന്നുള്ളത് എനിക്ക് ഒരു കൃത്യനിഷ്ഠ എനിക്ക് വന്നു തുടങ്ങിയത് നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ. എന്താ വെച്ചാൽ രാവിലെ നേരത്തെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ രാവിലെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അത് കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് പിള്ളേർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിൽ സെറ്റായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് രാവിലെ നേരത്തെ നമ്മുടെ ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാം, അല്ലാതെ ടൈലറിങ് എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ വർക്കിന് പോകുന്നവരാണെങ്കിൽ വർക്കിന് പോകാം. പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ പിള്ളേരാണെങ്കിൽ നമുക്ക് അവരെയും വെച്ചുകൊണ്ട് ഇങ്ങനെ ജോലികൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരുവിധം ജോലികളൊക്കെ തീർത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ, നമുക്ക് അവരോട് ദേഷ്യപ്പെടാതെ നമുക്ക് പിള്ളേരെ നോക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നമുക്ക് പകൽ സമയം കുറച്ച് അവരായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നേരത്തെ എഴുന്നേൽക്കാൻ മടിയുള്ളവരാണെങ്കിലും നേരത്തെ ജോലിക്ക് പോകണം എന്നുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീരാനും കുറച്ച് ബാക്കി സമയം നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സമയം കിട്ടും കേട്ടോ. അപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രാവിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർ 4 മണിക്ക് വരുന്ന വരെ നമുക്ക് ഫ്രീ ആണല്ലേ. അല്ലാത്ത നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, വെറുതെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ നോക്കുക, അല്ലെങ്കിൽ TV നോക്കുക, അല്ലെങ്കിൽ സീരിയൽ കാണുന്നവരാണെങ്കിൽ സീരിയൽ കാണുക. അങ്ങനെ നമ്മുടെ ടൈം അങ്ങോട്ട് പോയി കിട്ടുന്നല്ലാണ്ട് നമുക്ക് ഒരു ഗുണമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും ഒന്നിനും സമയമില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നെയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളെയും കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് നമ്മളുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക കേട്ടോ. നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ്. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കാണെങ്കിൽ രാവിലെ പോയിട്ട് വൈകിട്ട് വരുമ്പം അവരും ഇതേപോലെ നമ്മുടെ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്യുന്നവർ തന്നെയാണല്ലേ. പക്ഷേ നമ്മൾ ഈ വീട്ടിലിരിക്കുന്നവർക്കാണ് നമുക്ക് ഒട്ടും ജോലി കഴിയുന്നില്ല, എൻ്റെ പണികളൊന്നും കഴിയുന്നില്ല, സമയമില്ല, അങ്ങനെയൊക്കെ പരാതി പറയണത് നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. പക്ഷേ നമ്മളുടെ കാര്യങ്ങൾ പെട്ടെന്ന് കുറച്ച് തീർത്തിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കാനല്ല കേട്ടോ പറയണത്. നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമ്മളുടേതായ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. അതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് എഴുന്നേൽക്കുക എന്നുള്ളതാണ് കേട്ടോ. ആ നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ആരും ആ സമയത്ത് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ എല്ലാവരും ആ
നേരത്തെ ഉറങ്ങുമായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ രാവിലെ എൻ്റെ ജോലികളൊക്കെ ഒരുവിധം കഴിയാറായി. രാവിലത്തെ ലഞ്ചിനുള്ള ചോറും കറിയും അതുപോലെ തന്നെ ഇന്ന് ഉപ്പേരി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പപ്പടം കാച്ചി കൊടുത്തയക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാനും പിള്ളേരും മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടനൊന്നും ഉണ്ണാൻ വരില്ല. അതുകൊണ്ട് എന്തായാലും രാത്രി ടിഫിനായിരിക്കും കേട്ടോ കഴിക്കുക. അപ്പോൾ ഒരുപാട് വെച്ച് ഇങ്ങനെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ അവർക്ക് ചെറുപയറൊക്കെ തന്നെ കടയണേന് പപ്പടം കാച്ചിട്ട് കൊടുത്ത കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാണ് അവർ കൊണ്ടുപോയത്. പിന്നെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ചെറിയ ആൾ ചപ്പാത്തി തന്നെയാണ് ഡെയിലി കൊണ്ടുപോകാറ്. ചപ്പാത്തി അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെയുള്ളതാണ് കേട്ടോ മാറി മാറി കൊണ്ടുപോകാറ്. അതിനുശേഷം അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഇവനെ കുളിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിള്ളേർ രാവിലെ 8 മണിക്ക് മുമ്പ് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ആളെ കുളിപ്പിക്കുക, അവന് വാരി കൊടുക്കുക, അവനുള്ള ലഞ്ചാക്കുക, അങ്ങനെയുള്ള ജോലികൾ ഒരു 9:30 ആവട്ടെ അവൻ പോവാൻ. അപ്പോൾ ആ സമയം വരെ എന്തായാലും അവൻ്റെ ബാക്കിലായിരിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം അവൻ്റെ ലഞ്ചൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വലിയവരുടെ ലഞ്ച് പാക്ക് ചെയ്യണതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ആ ഒരു സമയം ഭയങ്കര ബിസിയുള്ള സമയമായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യാതിരുന്നത്. ഇനിയുള്ളൊരു വ്ളോഗിൽ വലിയവർക്ക് ലഞ്ച് പാക്ക് ചെയ്യണതൊക്കെ ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്യാം. ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് അവനെ ഓട്ടോ ഒക്കെ കയറ്റി വിട്ടതിന് ശേഷം വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കും കേട്ടോ. രാവിലെ ഒരു 9:30 ആവും അവൻ പോവാൻ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതിനുശേഷം കിച്ചണിലോട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് കിച്ചൺ കണ്ടിട്ട് നമുക്കൊന്ന് തലകറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ വരാറ്. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ഒരുപാട് കുക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അത്രയ്ക്കൊന്നും മെസ്സി ആയിട്ടില്ല. അല്ലെങ്കിൽ ചോറും കറിയും ഉപ്പേരിയൊക്കെ വലിയ പണിയൊക്കെ ഉള്ള സമയത്ത് കിച്ചണൊക്കെ ഒന്ന് അങ്ങോട്ട് അലങ്കോലമായിട്ടായിട്ടുണ്ടാവുക. പാത്രം കഴുകാനുള്ളത് എന്തായാലും ഞാൻ കുറച്ച് ഇടയിലിടയിൽ കഴുകാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എന്നാലും കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് മെസ്സി ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ നീറ്റായി വെച്ചതിന് ശേഷം പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ ഒന്ന് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാത്രം കഴുകണ പണിയൊക്കെയാണ് കേട്ടോ അടുത്ത് ചെയ്യുക. ആദ്യം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഒന്ന് സമാധാനം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ചെയ്യുന്നത് കിച്ചൺ ക്ലീൻ ചെയ്യാണ് കേട്ടോ. അതിനുശേഷം ബാക്കി നമുക്ക് പുറത്തുള്ള ക്ലീനിങ്ങും അതുപോലെയുള്ള ബാക്കി അടിച്ചു വരലൊക്കെ പിന്നെയാണ് ചെയ്യാറ്. ആദ്യം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിടും കേട്ടോ. അപ്പോൾ ആ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കൗണ്ടർ ടോപ്പത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പാത്രമൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വാരുക, അങ്ങനെ ഉണങ്ങാനിടുക, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. എങ്ങനെ ഒരു 11-11:30 മണിയാകുമ്പോഴത്തേന് നമുക്ക് ജോലികളൊക്കെ തീർക്കാൻ പറ്റും. പിന്നെ അതിനിടയിൽ കുറച്ച് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ കുറച്ച് നേരം ഇരിക്കുന്നുണ്ടല്ലോ, അതിനിടയിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് അമ്മയ്ക്ക് ഫോൺ വിളിച്ച് സംസാരിക്കും. ആ സമയത്തൊക്കെ കുറച്ച് റെസ്റ്റായിരിക്കും. പിന്നെ കിച്ചൺ ക്ലീനിങ്ങും അതുപോലെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കേട്ടോ പിന്നെ പാത്രം കഴുകാനോ അതുപോലെ പിള്ളേർ വന്നു കഴിഞ്ഞാൽ സമയത്ത് അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുക, അതുപോലെ അവർക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹോംവർക്ക് ചെയ്യുക, പിന്നെ വൈകിട്ടത്തെ ജോലികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വൈകിട്ടാണ് ഉണ്ടാവാറുള്ളൂ. രാവിലത്തെ കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിയുന്നത് കൊണ്ട് തന്നെ രാവിലത്തെ ക്ലീനിങ്ങൊക്കെ ഒരു 11 മണിയാകുമ്പോഴത്തേനും തീർക്കാറുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ പിള്ളേർ സ്കൂളിലോട്ട് പോയ സമയത്താണ് കേട്ടോ ചെയ്യാറ്. പിള്ളേർ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഈ സമയത്തൊന്നും നമുക്ക് ഒഴിവ് കിട്ടാറില്ല. രാവിലെ എഴുന്നേൽക്കണത് മെല്ലെയായിരിക്കും. അതുപോലെ പിള്ളേർ രാവിലത്തെ ഭക്ഷണം കഴിക്കണതൊക്കെ മെല്ലെയായിരിക്കും. അതുകൊണ്ട് തന്നെ ജോലികളൊക്കെ കഴിയാനും വൈകും കേട്ടോ. അതുകൊണ്ട് സ്കൂളുള്ളതാണ് നമുക്ക് ബെറ്റർ. രാവിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വീടും നീറ്റായി കിടക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്തിടുക. ഓരോ പ്രാവശ്യം നമ്മൾ കുക്കിംഗ് കഴിയുമ്പോൾ ഞാൻ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും നമ്മൾ രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് വലിയ ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യങ്ങളൊന്നും വരാറില്ല. എപ്പോഴും ഞാൻ അങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്തിടും. അതുകൊണ്ട് തന്നെ ഗ്യാസും എപ്പോഴും പുതിയതുപോലെ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈയോടെ ചെയ്യണ ഒരു കാര്യമാണ് സിങ്ക് നമ്മൾ മസ്റ്റായിട്ട് സ്ക്രബ് ചെയ്ത് ക്ലീനായിട്ട് ഇടാമെന്ന്. നമുക്ക് ഒരുപാട് ജേംസും കാര്യങ്ങളൊക്കെ വരുന്നത് സിങ്കിലൂടെയാണ്. അപ്പോൾ നമുക്ക് സിങ്ക് എപ്പോഴും നീറ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. കിച്ചണൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒന്ന് ഇങ്ങനെ നോക്കും കേട്ടോ. ഞാൻ കിച്ചണൊക്കെ ഒന്ന് ആ നീറ്റായിട്ട് കിടക്കുന്ന കിച്ചൺ കാണാൻ വളരെ സന്തോഷമായിരിക്കുമല്ലേ മനസ്സിന്. പക്ഷേ എപ്പോഴും ഇങ്ങനെ കിച്ചൺ ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ വീടായതുകൊണ്ട് തന്നെ കിച്ചൺ എപ്പോഴും
മെസ്സി ആവും, പിന്നെയും ക്ലീൻ ചെയ്യണം, മെസ്സി ആവും, ക്ലീൻ ചെയ്യണം, അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കിച്ചൺ നീറ്റായിട്ട് കാണുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ ഓരോ തവണ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും എനിക്കൊരു സന്തോഷം തോന്നും കേട്ടോ മനസ്സിന്. പക്ഷേ വീണ്ടും അത് അങ്ങനെ തന്നെ ആവുമെന്ന് നമുക്കറിയാം. എങ്കിൽ കൂടി കിച്ചൺ ക്ലീൻ ആയി കിടക്കണം കാണുമ്പോൾ നല്ലൊരു രസമായിരിക്കും അല്ലേ മനസ്സിനൊക്കെ തോന്നുക. അപ്പോൾ അങ്ങനെ തോന്നണവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ് കേട്ടോ. അപ്പോൾ ആ കിച്ചൺ നമ്മൾ എപ്പോഴും നീറ്റായി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് കുറച്ച് റിലാക്സ് ആയിട്ട് ഇരുന്ന് കുടിക്കും കേട്ടോ. ഒന്നില്ലെങ്കിൽ TV കുറച്ച് നേരം പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം വെറുതെ ഇരുന്ന് കാപ്പി കുടിക്കും കേട്ടോ. രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ തിരക്കിട്ടായിട്ടും ചായ കുടിക്കുക. ചായ കുടിക്കുന്ന സമയം അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന സമയം കുറച്ച് റിലാക്സ് ആയിട്ട് ഇരുന്ന് കുടിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് കാപ്പി കുടിക്കും എപ്പോഴും. ദിവസം കുടിച്ചില്ലെങ്കിലും ഇടയ്ക്കൊക്കെ എന്തായാലും കുടിക്കും കേട്ടോ. ചൂടാണ് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് നമുക്ക് ചൂട് കാപ്പി ചായയൊക്കെ കുടിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ ചായയും കാപ്പിയും എന്തെങ്കിലും ഒന്ന് കുടിക്കും കേട്ടോ. അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞു, കിച്ചണും ക്ലീനായി, നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.